മലയോര കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ആൻ്റണി. മലയോരങ്ങളിൽ കൃഷിക്കാർ അനവധി പ്രശ്നങ്ങളെ നേരിടുന്ന കാലമാണിത്. കൃഷിയെ പരിപോഷിപ്പിച്ചിരുന്ന കാലാവസ്ഥയുടെ തകർച്ച, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയിലുണ്ടായ മാറ്റം, കാലം തെറ്റിയ മഴ, രോഗകീടബാധ, കർഷകത്തൊഴിലാളി ക്ഷാമം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിലെ അസ്ഥിരത, വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന താപനില, ഇതിനെയെല്ലാം മറികടന്ന് വന്യമൃഗശല്യം രൂക്ഷമാകുകയാണ്. വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്ന് വിശകലനം ചെയ്യുന്ന വിഷയം. വിശന്നലഞ്ഞ് നാട്ടിലെത്തുന്ന വന്യജീവികൾ എളുപ്പത്തിൽ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നതിനാൽ പിന്നെ നാട് വിട്ടു പോകാതെ വരുന്നു. കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ വിളകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. കർഷകർ കൊല്ലപ്പെടുന്നു. അതിപുരാതന സംവിധാനങ്ങളോടെ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന വനം വകുപ്പ്. വന്യജീവികളെപ്പോലെ വംശനാശ ഭീഷണി നേരിടുന്ന കർഷകർക്കും സംരക്ഷണം വേണ്ടേ? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുപിടിക്കാൻ തറവേലകളുമായി പ്രത്യക്ഷപ്പെടുന്ന രാഷ്ട്രീയക്കാർ വാസ്തവത്തിൽ രക്ഷകരോ ചൂഷകരോ? ഇവർ വനത്തെയോ വന്യമൃഗങ്ങളെയോ കൃഷിക്കാരെയോ രക്ഷിക്കുമോ? ഒരന്വേഷണം. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ വനങ്ങൾ സഖ്യപർവ്വത മേഖലയെയും അവയുടെ താഴ്വാരങ്ങളെയും കേന്ദ്രീകരിച്ചാണുള്ളത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 1,80,000 ചതുരശ്ര കിലോമീറ്റർ വനം കേരളത്തിലുണ്ടാകണം. ഇത് കണക്ക് മാത്രമാണ്. മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം വനങ്ങൾ നശിക്കുകയോ വനങ്ങളുടെ പ്രകൃതിദത്ത സ്വഭാവത്തിന് മാറ്റം വരികയോ ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക വനം 1.5 ലക്ഷം ഹെക്ടർ മാത്രമേ വരൂ എന്നാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 1982 റിപ്പോർട്ട്. വനമെന്നാൽ അത്യന്തം സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ്. വൈവിധ്യമാർന്ന ജൈവ സമ്പന്നത അവിടെ കാണാം. ഭൂമിയിൽ കരയിൽ ജീവിക്കുന്ന ജൈവജാതികളിൽ ഭൂരിഭാഗത്തിൻ്റെയും പ്രധാന വാസഗേഹമാണ് വനങ്ങൾ. 1600ഓളം കിലോമീറ്റർ നീളത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം മുഴുവൻ ഒരു കാലത്ത് മഹാവനമായിരുന്നു. ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ വിസ്തീർണം 4358 ചതുരശ്ര കിലോമീറ്ററാണ്. 60-70 വർഷം മുമ്പ് വരെ ഇവിടം മുഴുവൻ വനമായിരുന്നു. 1865 കൃഷി ആവശ്യത്തിന് മലകളിലുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചു. കണ്ണൻദേവൻ മലകൾ പൂഞ്ഞാ രാജാവിൽ നിന്ന് ജോൺ ഡാനിയേൽ മൺറോ പട്ടത്തിനെടുക്കുന്നത് 1877 227 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള മലനിരകൾ മൺറോയുടെ കൈവശമായി. ഈ വനപ്രദേശം അക്കാലത്ത് ആദിവാസി ഗോത്രങ്ങളും വന്യമൃഗങ്ങളും അധിവസിച്ചിരുന്നതാണ്. ആന, കാട്ടുപോത്ത്, വരയാട്, മ്ലാവ്, കലമാനുകൾ, കടുവ, പുലി, കാട്ടുനായ, കരിങ്കുരങ്ങ് തുടങ്ങിയുള്ള വന്യമൃഗങ്ങളുടെ അധിവാസ കേന്ദ്രം. ധാരാളം ചോലവനങ്ങൾ, പുല്ലുമേടുകൾ, ധാരാളം അരുവികൾ. ഇവിടമാണ് മൂന്നാറിലെ തേയിലത്തോട്ടമായി മാറിയത്. ആദിവാസികൾ അവിടം വിട്ട് ഉൾവനങ്ങളിലേക്ക് പോയി. ഇതേ അവസ്ഥ വയനാടൻ മലനിരകളിലുമുണ്ടായി. മൃഗങ്ങളിൽ ഏറെയും മനുഷ്യർ വേട്ടയാടി കൊന്നു. ഈ കാലഘട്ടത്തിൽ നിബിഡവനമായിരുന്ന മാങ്കുളം പ്രദേശത്ത് വലിയ റബ്ബർ തോട്ടവും ഉണ്ടാക്കി. അക്കാലത്ത് വന്യജീവി സംരക്ഷണ നിയമമൊന്നും ശക്തമല്ല. സായിപ്പിനൊപ്പം നാട്ടുപ്രമാണിമാർക്കും നായാട്ട് വിനോദമായിരുന്നു. ആനവേട്ടയിൽ കോതമംഗലംകാരൻ ഇട്ടം മാത്തുക്കുട്ടിയുടെ നായാട്ട് കഥകൾ പ്രസിദ്ധമാണ്. 1939 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും പക്ഷിക്ഷാമവും പശ്ചിമഘട്ട മലനിരകളിലെ വനശോഷണത്തിന് പ്രധാന കാരണമായി. വിശപ്പ് സഹിക്കാനാകാതെ മനുഷ്യർ വനങ്ങളിലേക്ക് കുടിയേറി. അത്യന്തം ദുർഘടമായ വനമേഖലയെ മനുഷ്യർ ശരണപ്പെട്ടത് നെൽകൃഷി ചെയ്ത് ആഹാരമുണ്ടാക്കുന്നതിനാണ്. ഹൈറേഞ്ചിലെ കൽത്തൊട്ടി, ചക്കുവള്ളം, അണക്കര പ്രദേശങ്ങളിലെ വിശാലമായ ചതുപ്പുകൾ നെൽകൃഷിക്കായി പതിച്ചു നൽകി. തുടർന്ന് 1940 കുത്തകപ്പാട്ട വിളംബരമുണ്ടായി. ദേവികുളം, പീരുമേട്, തൊടുപുഴ താലൂക്കുകളിലെ പുൽമേടുകളും ചതുപ്പുകളും അടങ്ങിയ 2400 ഏക്കർ ഭൂമി നെൽകൃഷിക്കായി വിട്ടുകൊടുത്തു. അങ്ങനെയാണ് കേരളത്തിലെ മനുഷ്യരുടെ പട്ടിണിക്ക് ശമനമുണ്ടായത്. അന്ന് ഈ പ്രദേശങ്ങളിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളായ മന്നാന്മാരും മുതുവാന്മാരും ഊരാളികളും മലയരയരും ഉള്ളാടർ തുടങ്ങിയുള്ളവരും വന്യമൃഗങ്ങളും രമ്യമായി അധിവസിച്ചിരുന്ന വനമേഖലയാണ്. കുറുമ്പുല്ല്, ചാമ, ചോളം, നെല്ല്, തിന തുടങ്ങിയവ വനത്തിൽ കൃഷി ചെയ്തിരുന്നവരാണ് ആദിവാസി ഗോത്രങ്ങൾ. വന്യമൃഗങ്ങൾ അവരുടെ കൃഷിയെ നശിപ്പിച്ചിരുന്നില്ല. കാരണം വനത്തിൽ വന്യജീവികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി ഉണ്ടായിരുന്നു. വന്യജീവികൾ ഇന്നുള്ളതിൻ്റെ 100 മടങ്ങ് കൂടുതലുമായിരുന്നു.
1954 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം പ്രകാരം ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് 5 ഏക്കർ ഭൂമി വീതം നൽകി. അതിനെ തുടർന്ന് വനമേഖലയിലേക്ക് വ്യാപകമായ കർഷക കുടിയേറ്റമുണ്ടായി. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറുമാടങ്ങളിൽ താമസിച്ചുകൊണ്ടാണ് കൃഷി. ആനയും പോത്തും പന്നിയും കൃഷിയിടങ്ങളിൽ ഇറങ്ങാതെ കാവൽ കിടന്നു. പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചുമാണ് അന്ന് പാവപ്പെട്ട കൃഷിക്കാർ വന്യജീവികളെ തുരത്തിയത്. കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതിന് പ്രധാന കാരണം ജനപ്പെരുപ്പമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അനവധി വൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം തുടങ്ങിയതും വനവിസ്തൃതി കുറയാൻ കാരണമായി. വനം കുറഞ്ഞു വരികയും ഉള്ള വനത്തിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൂടുകയും ചെയ്തതോടെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുകയും അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരികയും ചെയ്തു. ഇപ്പോൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശമുണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കാട്ടാനകളാണ്. ആനയുടെ ശരീരത്തിൻ്റെ വലിപ്പം, അവയുടെ ഭക്ഷണരീതി തുടങ്ങിയ പ്രത്യേകതകൾ കൊണ്ട് വിസ്തൃതവും അനുസ്യൂതവുമായ വന ആവാസ വ്യവസ്ഥ അവയ്ക്ക് അത്യാവശ്യമാണ്. കേരളത്തിൽ വനത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു. കുടിയേറ്റ ഭൂമിയുടെ ഇടയിലുള്ള തുരുത്തുകളായി വനം മാറി. വനം ഇടമുറിഞ്ഞു പോയാൽ ഭാവിയിൽ വന്നു ഭവിക്കാവുന്ന വിപത്തുകളെപ്പറ്റി പഠിച്ചിട്ടാണ് 1964 അന്നത്തെ സർക്കാർ ചുരുളികീരത്തോട് കുടിയിറക്ക് നടത്തിയത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന കക്ഷി ഭരിക്കാനെത്തിയപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കാതെ കുടിയേറ്റക്കാരുടെ വോട്ട് നേടാനായി അവിടെ വീണ്ടും കുടിയിരുത്തുകയാണ് ഉണ്ടായത്. വനവിസ്തൃതി കുറയുകയും ആവശ്യത്തിന് തീറ്റ ലഭിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ആനകളെ വനത്തിന് പുറത്തിറങ്ങി കൃഷി നശിപ്പിക്കാനും മനുഷ്യരെ ഉപദ്രവിക്കാനും പ്രേരിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കൃഷിയിടത്തിൽ നിന്ന് തീറ്റ നേടാമെന്ന് മനസ്സിലാക്കുന്നതോടെ അവ കൃഷിയിടം വിട്ടു പോകാതെയുമായി. ആനയ്ക്ക് വനമാണോ കൃഷിയിടമാണോ എന്ന് തിരിച്ചറിവ് ഉണ്ടാകാനും വഴിയില്ല. ഇതുതന്നെയാണ് കടുവായുടെയും പുലിയുടെയും കാര്യവും. കാട്ടിൽ ഇര കിട്ടാതെ വരികയും നാട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെയോ ആടിനെയോ പിടിക്കാൻ എളുപ്പമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതോടെ അവയും വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്ന ശീലക്കാരാകുന്നു. കാട്ടുപന്നിയും കുരങ്ങും കാട്ടുപോത്തുമൊക്കെ നാട്ടിലിറങ്ങി കൃഷിയിടങ്ങളിൽ വിളയാടുന്നത് അത് കൃഷിയിടമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല, ധാരാളം തീറ്റ ലഭിക്കുന്ന ഇടം ആണെന്ന് കണ്ടതുകൊണ്ടാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വന്യജീവികളെ 5 പട്ടികകളിലായി തരംതിരിച്ചിരിക്കുന്നു. സിംഹം, കടുവ, പുള്ളിപ്പുലി, ആന, ചെന്നായ്, വരയാട്, കാട്ടുകാള, കസ്തൂരിമാൻ, സിംഹവാലൻ കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളും, ചീങ്കണ്ണി, ഉടുമ്പ്, പെരുമ്പാമ്പ് മുതലായ ഉരകങ്ങളും, മയിൽ, കാട്ടുകോഴി ആദിയായ പക്ഷികളും 1-ാം പട്ടികയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്നു എന്നതാണ് ഇവ 1-ാം പട്ടികയിൽ വരാൻ കാരണം. വസ്തുവകകളോ കാർഷിക വിളകളോ നശിപ്പിക്കുന്ന വന്യജീവികൾ 2 മുതൽ 4 വരെയുള്ള പട്ടികയിൽ പെടുന്നതാണെങ്കിൽ അവയെ വേട്ടയാടുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതാണ്. സ്വരക്ഷയ്ക്കോ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനോ വന്യജീവികളെ കൊല്ലുന്നത് കുറ്റകരമല്ല. ഒരു ആവാസ വ്യവസ്ഥയിലെ ജന്തുജാലങ്ങൾ തമ്മിൽ എണ്ണത്തിലുള്ള സമതുലിതാവസ്ഥ തുടരുന്നത് ഇരകളും ഇരപിടിയന്മാരും തമ്മിലുള്ള സമതുലിതാവസ്ഥയുടെ ഫലമാണ്. ഈ സമതുലിതാവസ്ഥയെ നശിപ്പിക്കുന്നതിൽ മനുഷ്യർ വഹിച്ച പങ്ക് ചെറുതല്ല. ലക്ഷോപലക്ഷം ജന്തുസസ്യജാലങ്ങളുടെ സമതുലിതാവസ്ഥ വിസ്മയജനകമാണ്. ഓരോ ഇനത്തിൻ്റെയും ആകാരം, വാസസ്ഥലം, വംശവർദ്ധനവ് എന്നീ കാര്യങ്ങളിലെല്ലാം സമതുലിതാവസ്ഥ നിലനിൽക്കുന്നു. അതില്ലാതെ സസ്യജന്തുജാലങ്ങൾക്ക് മനുഷ്യനുൾപ്പെടെ നിലനിൽക്കാൻ കഴിയില്ല. മതം ഉപജീവനമാർഗമായി കൊണ്ടു നടക്കുന്നവർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി പരിസ്ഥിതിക്കെതിരെ അണിനിരക്കുകയും അവരുടെ വിശ്വാസപ്രകാരം മനുഷ്യരുടെ പെരുപ്പം ദൈവതാൽപര്യമാണെന്ന് പറയുകയും ദൈവസൃഷ്ടിയായ മൃഗങ്ങളുടെ പെരുപ്പം മനുഷ്യർ തടയണമെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്? 33 ദശലക്ഷത്തോളം വരുന്ന ജൈവവംശങ്ങളിൽ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യൻ. മനുഷ്യന് മുമ്പ് ജന്മം കൊണ്ടതാണ് ഭൂമിയിലെ മറ്റ് ജന്തു സസ്യജാതികൾ. മനുഷ്യനെ ആശ്രയിച്ച് ഭൂമുഖത്ത് ഒരു ജീവിയും നിലനിൽക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെയും ആശ്രയിച്ച് മാത്രമാണ് നിലനിൽക്കുന്നത്. വിശന്നുഴറി വരുന്ന കാട്ടുമൃഗങ്ങളെ കൊന്നു തീർക്കണമെന്ന് പറയുന്നത് കാപട്യവും ക്രൂരതയും പ്രകൃതിവിരുദ്ധതയും മുഖമുദ്രയാക്കിയവരാണ്. മനുഷ്യാവകാശങ്ങളെപ്പോലെ തന്നെ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങൾക്കും അവകാശങ്ങളുണ്ട്. സൃഷ്ടിയെല്ലാം കഴിഞ്ഞ ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടുവെന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. എല്ലാത്തിനെയും കൊന്നിട്ട് മനുഷ്യർക്ക് സുഖിക്കാമെന്നാണോ? ഭൂമിയിൽ മനുഷ്യർ മാത്രം മതിയെന്ന് ദൈവത്തിന് തോന്നിയില്ലല്ലോ. 7 ലക്ഷത്തോളം ഹെക്ടർ വനഭൂമി 50 വർഷം കൊണ്ട് നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരന്ത സമാനമായ കാലാവസ്ഥാ മാറ്റം. സഖ്യപർവ്വത നിര കാത്തുസൂക്ഷിച്ച സമശീതോഷ്ണാവസ്ഥ പാടെ നഷ്ടമായി. നമ്മുടെ മലനിരകളിൽ ഉണ്ടായ കഠിനമായ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലം കൂടിയാണ് വന്യമൃഗം കാടുവിട്ട് നാട്ടിലെത്തുന്നത്. കേരളത്തിൽ ഓരോ വർഷവും വേനൽ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വനങ്ങളിൽ വരൾച്ച ഉണ്ടാകുന്നതിൻ്റെ ഫലമായി തീറ്റയും വെള്ളവും ഇല്ലാതെ വരുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വന്നാൽ മനുഷ്യർ നാടുവിട്ടു പോകില്ലേ? ഒരു കാലത്ത് കിണറുകളിൽ നിന്നും അരുവികളിൽ നിന്നും ധാരാളം ശുദ്ധജലം നമുക്ക് ലഭിച്ചിരുന്നതാണ്. ആ സ്ഥാനത്ത് ഇന്ന് 7 കോടി രൂപയുടെ കുപ്പിവെള്ളമാണ് ഒരു ദിവസം ഇവിടെ വിറ്റഴിക്കുന്നത്.
വനത്തിലും ജീവികൾക്കാവശ്യമായ വെള്ളവും തീറ്റയും ലഭിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വനം വകുപ്പ് 100 വർഷം പുറകിൽ നിൽക്കുകയാണ്. കാട്ടുമൃഗങ്ങൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ആവശ്യമായ ട്രെഞ്ചുകളും മതിലുകളും വൈദ്യുത വേലികളും തീർക്കുക. കാടിനുള്ളിലെ ഗ്രാമങ്ങളിൽ നിന്ന് താമസക്കാരെ നല്ല നഷ്ടപരിഹാരം കൊടുത്ത് മാറ്റിപ്പാർപ്പിച്ച് അവരെ രക്ഷിക്കുക. മുറിഞ്ഞുപോയ വനങ്ങൾ ഇടനാഴികളാൽ ബന്ധപ്പെടുത്തുക. വനത്തിനുള്ളിലെ തേക്ക്, യൂക്കാലി തുടങ്ങിയ ഏകവിള പ്ലാന്റേഷനുകൾ മാറ്റി ആനയ്ക്ക് തീറ്റ കിട്ടുന്ന സ്വാഭാവിക വനം പുനഃസ്ഥാപിക്കുക. ആനയുടെ പ്രധാന ഭക്ഷണമായ ഈറ്റ വെട്ടിയെടുക്കാതിരിക്കുക. വനങ്ങളിൽ ധാരാളമായി പ്ലാവ്, മാവ്, ചൂണ്ടപ്പന തുടങ്ങിയവ നട്ടു വളർത്തുക. പടയപ്പയെ പോലെയുള്ള ആനകൾ എത്രയോ വർഷമായി മൂന്നാറിലെ എസ്റ്റേറ്റുകളിൽ കഴിഞ്ഞുകൂടുന്നു. ചുരുങ്ങിയത് ഇത്രയെങ്കിലും അടിയന്തരമായി ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന പ്രതിഭാസം വർദ്ധിച്ചു വരും. ഈ പറഞ്ഞതൊക്കെ പരിസ്ഥിതിവാദമല്ല, വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള വഴികളാണ്, വസ്തുതകളാണ്. സത്യത്തിന് നേരെ കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് കർഷകർ രക്ഷപ്പെടില്ല.